ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലക്ഷ്മി ഉണ്ടായിരുന്നതുകൊണ്ട് ശയന പ്രദക്ഷിണം ഭംഗിയായി പൂർത്തിയാക്കാൻ പറ്റി. മതി മതി, എന്റെ മനസ്സിൽ വെറുതെ അസൂയ ഉണ്ടാക്കല്ലേ. അവർ ഈ ജന്മത്ത് അതിന് സമ്മതിക്കില്ല. ഇനിയും നന്ദേട്ടന്റെ ജീവിതത്തിൽ എങ്ങനെ ശല്യം ഉണ്ടാക്കുന്നതായിരിക്കും ഇപ്പോഴും അവർ ചിന്തിക്കുന്നത്. അവൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, പക്ഷേ നമുക്കൊരു ശ്രമം നടത്തണം. അത് പരാജയപ്പെട്ടാൽ മാത്രം കുടുംബ കോടതിയിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷനുമായി പോകുന്ന കാര്യം ആലോചിച്ചാൽ മതി. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നത് തന്നെയാ നല്ലത്. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് നീണ്ടു പോകും. അതിന് അവരോട് ഈ ഡിവോഴ്സ് പെറ്റീഷന്റെ കാര്യം ആര് സംസാരിക്കും? ഞങ്ങളാരും ചെന്ന് അവരെന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. നന്ദേട്ടൻ എന്താ പറയുന്നേ? ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കാത്തിരിക്കായിരുന്നു നീ, എന്റെ ഭർത്താവിനെ കൊണ്ട് കറങ്ങി നടക്കാൻ. അല്ലടി, എന്റെ ഭർത്താവിനെ സ്വന്താക്കാനുള്ള നിന്റെ ആ സ്വപ്നം ഉണ്ടല്ലോ, അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഇവളെ വിവാഹം കഴിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല, നടത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. നീ അനുഭവിക്കും, നോക്കിക്കോ. നന്ദേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഏട്ടൻ തന്നെ പോയി അവരോട് സംസാരിക്കണം. വേണ്ട, നിങ്ങളാരും പോകണ്ട. അവന്തികയോട് ഞാൻ തന്നെ പോയി സംസാരിക്കാം. വക്കീലിനോട് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കാൻ പറഞ്ഞേക്ക്. ശരി അച്ഛാ. ഏട്ടാ, ഇപ്പൊ തന്നെ നമുക്ക് പോയി വക്കീലിനെ കാണാം. നിങ്ങൾ ഫോണിൽ സംസാരിച്ചോണ്ടല്ലോ വണ്ടി ഓടിച്ചേ. അതല്ലേ ഇവിടെ അപകടം ഉണ്ടായത്. പാവത്തിന്റെ കാലം പോയി. മൊത്തം പോയല്ലോ. മര്യാദ പോയി. എന്താ പറ്റിയത്? ഇയാള് റോങ് സൈഡ് വന്നത്. നിങ്ങൾ പൊക്കോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. സാറിന് ഇയാളെ പരിചയമുണ്ടോ? ഇതെന്റെ ചേച്ചിയെ. എന്താ ഉണ്ടായത്? ഫോണിൽ സംസാരിച്ചോണ്ട് വണ്ടി ഓടിച്ചതാ. നേരെ കൊണ്ട് ഇയാളുടെ വണ്ടി തട്ടി. ഒന്നും പറ്റിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോണോ അതോ എവിടെയെങ്കിലും കൊണ്ടുവിടണോ? വേണ്ട, നീ പോ. ഇറ്റ്സ് ഓക്കെ. നീ പോ. പോട്ടെ. ശരി. സച്ചി വന്നത് വലിയ ഉപകാരമായി. ഇല്ലെങ്കിൽ ആളുകൾ ബഹളം ഉണ്ടാക്കിയാനെ. ഫോണിൽ സംസാരിച്ചോണ്ടാണോ വണ്ടി ഓടിച്ചത്? അത് പിന്നെ നന്ദേട്ടൻ വിളിച്ചതായതുകൊണ്ട്. മനസ്സിലായി. സന്ദേശം കൊണ്ടാ ഹോസ്പിറ്റലിലേക്കാണോ? അതെ. സച്ചി എവിടുന്നാ വരുന്നത്? അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി പെരുവണ്ണാവൂർ തപ്പന്റെ മുമ്പില് ഒരു ശയനപ്രദക്ഷിണം നേർന്നിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിയാ. അർച്ചന ഒന്ന് കണ്ടിട്ട് ഓഫീസിലേക്ക് പോണം. എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. സന്ദേശി, ഒരു മിനിറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആ പേഷ്യന്റിന്റെ കാര്യം അന്വേഷിച്ചായിരുന്നോ? അത് ഞാൻ പറയാൻ മറന്നുപോയി.
ഞാൻ അന്വേഷിച്ചു. പക്ഷേ അങ്ങനെ ഒരു പേഷ്യന്റ് കാർഡിയോയിൽ അഡ്മിറ്റ് ആയിട്ടില്ല. ഇനി OPയിൽ എങ്ങനെ വന്നിരുന്നോ എന്നറിയാൻ വേണ്ടി അതും ഞാൻ നോക്കി. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീണ എന്ന പേരിലുള്ള ആരും അഡ്മിറ്റ് ആയിട്ടില്ല. ഇന്ന് ഞാൻ ഒന്നുകൂടി അന്വേഷിക്കാം. ആ ശരി, എന്നാ സന്ദേശം വയ്ക്കാം. ശരി. വീണ എന്ന പേര് തന്നെയല്ലേ ലിച്ചു പറഞ്ഞത്? അതെ, ആ പേര് തന്നെയാ പറഞ്ഞത്. പിന്നെ ആ പേഷ്യന്റ് എവിടെ പോയി? ശയനപ്രദക്ഷിണം അത്ര ഈസി ആയിട്ടുള്ള വഴിപാടല്ല. നല്ല ബോഡി പെയിൻ ഉണ്ടാവും അല്ലേ? ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ശയനപ്രദക്ഷിണം നടത്തിയ ഒരു വേദനയും നമ്മൾ അറിയില്ല. പിന്നെ അവിടെ എന്നെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു. ആര്? ലക്ഷ്മി. ഇടയ്ക്ക് ഞാൻ ശയനപ്രദക്ഷിണം നടത്തി ഉരുണ്ടു വരുമ്പോ എവിടോ ചെന്നൊന്ന് തട്ടി. പിന്നെ ഉരുണ്ടു പോകുന്നില്ല. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും ഞാൻ മുന്നോട്ട് അറിയാതെ ഉരുണ്ടുപോയി. കണ്ണു തുറന്നു നോക്കുമ്പോ ഞാൻ മുന്നിൽ കണ്ടത് എന്നെ ഉരുട്ടി വിടുന്ന ലക്ഷ്മിയെ. തന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്തിനാ ഒറ്റയ്ക്ക് പോയത്? സന്ദീപിനെയോ ധനുഷിനെയോ ആരെങ്കിലും വിളിച്ചോണ്ട് പോകണ്ടായിരുന്നോ? ഞാനത് ഓർത്തില്ല. പക്ഷേ ലക്ഷ്മി ഉണ്ടായിരുന്നതുകൊണ്ട് ശയന പ്രദക്ഷിണം ഭംഗിയായി പൂർത്തിയാക്കാൻ പറ്റി. മതി മതി, എന്റെ മനസ്സിൽ വെറുതെ അസൂയ ഉണ്ടാക്കല്ലേ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാൻ അവിടെ വെച്ച് ആരെയും കണ്ടിട്ടുമില്ല, തന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. താനതൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. മറ്റെന്ത് കാര്യം വേണമെങ്കിലും ഒരു ഭാര്യയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവും. പക്ഷേ ഭർത്താവിന്റെ കൂടെ വേറൊരു പെണ്ണിന്റെ പേര് ചേർത്താ അത് മാത്രം മരണം വരെ മാഞ്ഞു പോവില്ല. എന്റെ പൊന്നോ, നമിച്ചു. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. സച്ചേന്റെ കാര്യം എനിക്കറിയില്ലേ. ഈ മനസ്സിൽ ഞാനും മക്കളും അല്ലാതെ വേറെ ആരുമില്ല. ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഞാനിപ്പോ അതിനേക്കാളൊക്കെ വലിയൊരു സന്തോഷത്തിലാ. ഇന്നു മുതല് എനിക്കെന്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റും. എനിക്കവളെ എടുക്കാൻ പറ്റും. ആദ്യമായിട്ട് എനിക്ക് അവൾക്കൊരു ഉമ്മ കൊടുക്കാൻ പറ്റും. അല്ലേ സച്ചേട്ടാ?